കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ പ്രിയ തങ്ങളുടെ പ്രത്യേക സ്നേഹവും എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വാസ്തവമായി ഉയർത്ത ജീവനോടെ ഉണ്ട്. മരണത്തെ ജയിച്ചവൻ, കല്ലറകളെ തകർത്തവൻ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കൂടിയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തോടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയ തോമസ് ബ്രദർ കഴിഞ്ഞ ഒരു ഞായറാഴ്ചയിൽ കോട്ടയത്ത് വെച്ച് നടത്തിയ ആ സഭായോഗത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവനമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി, വളരെ ജാഗ്രതയോടെ, ഏകാഗ്രതയോടുകൂടി നമുക്ക് ആ മീറ്റിങ്ങിലേക്ക് കടന്നു പോകാം. കർത്താവ് സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2000 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച നടന്ന 4 സംഭവങ്ങളാണ് നമ്മളിന്ന് രാവിലെ ഒന്ന് വായിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇതുപോലൊരു ഞായറാഴ്ച രാവിലെ നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച്, കല്ലറയെ പരാജയപ്പെടുത്തി, മരണപാശങ്ങളെ അഴിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അന്ന് സംഭവിച്ച 3 കാര്യങ്ങളും യോഹന്നാൻ പത്മോസിലായപ്പോൾ താൻ കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായി, ഇംഗ്ലീഷിൽ ആത്മാവിലായി ചില കാര്യം കണ്ടു എന്ന് പറഞ്ഞു. കർത്തൃദിവസം എന്നുദ്ദേശിക്കുന്നത് ഞായറാഴ്ച ദിവസമായിരുന്നു എന്നാണ് പലരും കരുതുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. യോഹന്നാൻ ഇപ്പോൾ പത്മോസ് ദ്വീപിലാണ്. തന്നെ നാട് കടത്തിയിരിക്കുകയാണ്. അവിടെ കടന്ന് തന്നെ എല്ലാ ഞായറാഴ്ചയും എഫെസോസിലെ തൻ്റെ സഭയിൽ ദൈവമക്കളോടൊപ്പം ആരാധിക്കുന്നതാണ്. എന്നാൽ ഇന്ന് തന്നെ ദൈവവചന നിമിത്തം നാട് കടത്തിയിരിക്കുകയാണ്. തനിക്ക് കൂട്ടിനാരുമില്ല. ദൈവവചന നിമിത്തം താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, ദൈവവചനം ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തും. ദൈവവചനം സ്വീകരിച്ചുവെന്ന ഒറ്റ കാരണത്താൽ വീട്ടുകാരും നാട്ടുകാരും ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ നിന്നെ മാറ്റി നിർത്തുന്ന അനുഭവം കാണും. പക്ഷെ ഇന്നെനിക്ക് പകൽ പറയാനുള്ളത് ഇതാണ്: എന്നാൽ വേറൊരുവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും ഉളവാക്കിയവൻ നിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും മാറില്ല. അവൻ ലോക അവസാനം വരെ ആരെല്ലാം മാറിയാലും നിന്റെ കൂടെ നിന്ന് മാറത്തില്ല. കാരണം നീയും ഞാനും അവനെ തിരഞ്ഞെടുത്തതല്ല, അവൻ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത്. അവൻ നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ അടുക്കൽ നിന്ന് ഒരിക്കലും കർത്താവ് മാറിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതാ കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസം നടന്ന 3 സംഭവങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം എടുത്താട്ടെ. യോഹന്നാൻ 20:1 മുതൽ ഞായറാഴ്ച നടന്ന 4 കാര്യങ്ങൾ ഈ ഞായറാഴ്ചയും അത് ഇവിടെ നടക്കുകയാണ്. ഈ ഞായറാഴ്ച മാത്രമല്ല, തിങ്കളും ചൊവ്വായും ബുധനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും കൂടെ ഇരിക്കുന്ന ഒരു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ ഈ തിരുവചനത്തിൽ കാണുന്നത്. ഞാനോ ലോകാവസാനത്തോളം, എല്ലാ നാളും, എല്ലാ ഞായറാഴ്ചയും വരാമെന്നല്ല, പിന്നെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ യേശു തൻ്റെ വാക്ക് മാറില്ല. തൻ്റെ വാക്ക് മാറില്ലെന്ന് പറഞ്ഞാൽ മാറില്ല. തൻ്റെ വചനം ഒരിക്കലും മാറില്ല. നമുക്ക് വാക്ക് തന്നാൽ ഞാൻ കൂടെ നിന്ന് മാറത്തില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും കൂടെ ഇല്ലാത്തതുപോലെ, ചിലപ്പോൾ നമുക്ക് തോന്നും മറഞ്ഞിരിക്കുന്നത് പോലെ. ഇതൊക്കെ വെറും തോന്നലാണ്. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. വായിക്കാം. യോഹന്നാൻ 20:1 മുതൽ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. മതി. അതിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ മറിയയുമായിട്ടുള്ള കർത്താവിൻ്റെ സംസാരം കാണാം. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യമായി സംസാരിച്ചത് ഈ മറിയോടാണ്. വായിക്കാം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. സ്തോത്രം. ഞായറാഴ്ച രാവിലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ വിടുതൽ അറിയാഞ്ഞിട്ടാണ് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉയർപ്പിൻ്റെ ദിവസം രാവിലെ കർത്താവിന് ആദ്യം സംസാരിക്കാനുള്ളത് കരയുന്നവരോടായിരുന്നു. ഇന്ന് കരയുന്നവരോട് സംസാരിക്കുന്നൊരു കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഞാൻ പലപ്പോഴും നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം വീണ്ടും ചോദിക്കാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ആദ്യം സംസാരിച്ച വാക്ക് ഏതാണ്? താഴോട്ട് വായിക്കാം. ആ വാക്ക് ഇവിടെ ഉണ്ട്, വായിക്കാം. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കരയുകയും നോക്കുകയും ഇതൊക്കെ ആയിട്ടായിരിക്കും പലരും ഇവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. കരച്ചിലിനിടയിൽ നോക്കുകയാണ്. അടുത്ത വാക്യം.
യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഇവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് നടക്കുന്നത്. മറിയ വന്നത് ഒരു ഡെഡ് ബോഡി തിരക്കിയാണ്. എന്നാൽ അവൾ അറിയുന്നില്ല, അവൾ മരിച്ചത് തിരക്കി വന്നെങ്കിൽ മരിച്ചവൻ അവൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുകയാണ്. സർവശക്തനായി അവൾക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ കാര്യം പറയാം. നീ ചിലപ്പം ഒരു മരണമായിരിക്കാം പ്രതീക്ഷിക്കുന്നത്. നീ ചിലപ്പോൾ ഒരു വിഷയത്തിൻ്റെ തകർച്ച, അതെല്ലാം തീർന്നു, അതിൽ റീത്ത് വെക്കാൻ വെച്ചതായിരിക്കും, വന്നതായിരിക്കും. എന്നാൽ നിന്റെ റീത്ത് അവൻ തട്ടിത്തെറിപ്പിച്ചിട്ട് അത് ആനന്ദത്തിൻ്റെ പൂച്ചുണ്ടാക്കി കർത്താവ് മാറ്റാൻ പോകുകയാണ്. നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി കർത്താവ് വലിയത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിന്ന് രാവിലത്തെ സന്ദേശം. അതുകൊണ്ട് ഞായറാഴ്ച ദൈവമക്കൾ വരുന്നത് കരച്ചിലിൻ്റെ വിലാപത്തിൻ്റെ ആയിട്ടല്ല, നൃത്തമാണ്. ഞായറാഴ്ച ആനന്ദത്തിൻ്റെ സമയമാണ്. ഞായറാഴ്ച മാത്രമല്ല, ദൈവമക്കളുടെ എല്ലാ ദിവസവും ഒരു സെലിബ്രേഷനാണ്. സൺഡേ വർഷിപ്പ് ഈസ് എ സെലിബ്രേഷൻ ടൈം. ഞായറാഴ്ച ആരാധന കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സെലിബ്രേഷനാണ്, എൻ്റെ ജയത്തിൻ്റെ സെലിബ്രേഷനാണ്. ഹല്ലേലൂയ. കൊല്ലുന്ന മരണത്തിൻ്റെ ഘോര വിഷപ്പല്ല് യേശു ഉയർത്തപ്പോൾ ഉയർത്തത് കൊണ്ട് എനിക്കിനി മരണത്തെ പേടിയില്ല. എനിക്ക് ജീവിക്കാനും ഭയമില്ല, പിന്നെ എനിക്ക് മരിക്കാനും ഭയമില്ല. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ട്, ഞാൻ നേരിടേണ്ട പല കാര്യങ്ങളുണ്ട്. എൻ്റെ മക്കളുടെ കാര്യമുണ്ട്, എൻ്റെ സാമ്പത്തിക വിഷയമുണ്ട്. ഈ ലോകത്തിലോട്ട് നോക്കി എന്തെല്ലാം പ്രയാസങ്ങളുണ്ടല്ലേ, എന്തെല്ലാം ഭീഷണികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ പറയും, കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. യേശു കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞൊരു വചനമുണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ യേശു ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളോടും പറയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ പ്രിയ ദൈവവേദനയെ നീയും ജീവിക്കും. ഈ ലോകത്ത് ജീവിക്കും, പ്രശ്നങ്ങൾ നിറഞ്ഞ ലോകത്ത് ജീവിക്കും, പ്രതിസന്ധികളുടെ വാർത്തകൾ നിറഞ്ഞ ലോകത്ത്, നാട്ടിലും വീട്ടിലുമൊക്കെ പ്രശ്നങ്ങളാൽ നീ വലയുമ്പോൾ കർത്താവ് ഇന്ന് പകൽ നിന്നോട് പറയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് നമ്മൾ ജയാളികളായി ജീവിക്കും. ഈ ലോകത്തിനപ്പുറത്ത് മരണത്തെ നമ്മൾ സധൈര്യം നേരിടും. അതല്ല, കർത്താവിൻ്റെ വരവായിരിക്കാം എത്രയും വേഗം സംഭവിക്കുന്നത്. ആ കർത്താവിൻ്റെ വരവിൽ നമ്മൾ ജയാളികളായി മുകളിലോട്ട് പോകും. വിശ്വാസികൾ ജയത്തിൻ്റെ മക്കളാണ്. ആമേൻ. അവിടെ ഞായറാഴ്ച കരഞ്ഞ് നിരാശപ്പെട്ട ആരെങ്കിലും വന്നിരിക്കുന്നെങ്കിൽ കർത്താവിന് പറയാനുണ്ട്, അതേ ഉയർപ്പ് ഞായറാഴ്ച പറഞ്ഞ, ഈസ്റ്ററിൽ പറഞ്ഞ അതേ വാക്ക് കരയേണ്ട ആവശ്യമില്ല. താട്ടു വായിക്കാം. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവളോട്, ദൂതന്മാർ ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? താഴോട്ട് വായിക്കുമ്പോൾ യേശു അത് തന്നെ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉയർപ്പിൽ നമ്മൾ ആദ്യത്തെ കേൾക്കുന്ന വാക്ക് ഏതാണ്? കരയണ്ട. അടുത്തിരിക്കുന്ന ആൾ പറ, കരയണ്ട. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ അധികാരത്തിലിരിക്കുന്നു. യേശുവാണ് കർത്താവ്, യേശുവാണ് സുപ്രീം അതോറിറ്റി. അവനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവൻ രാജ്യത്വം പ്രാപിച്ചതുകൊണ്ട് നീ കരയണ്ട. പിന്നെന്ത് ചെയ്യണം? നീ തുള്ളിച്ചാടണം. പ്രതിസന്ധിയിലും തുള്ളിച്ചാടണം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ കയ്യിൽ വിലങ്ങുകൾ വീണപ്പോൾ അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, റോമൻ കൈസറുടെ ആണ് ഈ ലോകത്തിലെ സുപ്രീം അതോറിറ്റി. പക്ഷെ അവൻ്റെ മുകളിലുള്ള അതോറിറ്റിയായ സർവശക്തനായ കർത്താവ്, യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായ യേശു കർത്താവ്, അവൻ്റെ മുകളിൽ അധികാരത്തിൽ സുപ്രീം കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കൈകൊട്ടി ആരാധിക്കും. ഇവിടെ നിന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞ് സ്തുതിക്കുന്നവരല്ല ദൈവമക്കൾ, പ്രശ്നത്തിനകത്തും വാഴ്ത്തി സ്തുതിക്കുന്നവർ. സ്ത്രീയെ നീ കരയുന്നത് എന്ത്? താട്ട് വായിക്കാം. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. അടുത്ത വാക്യം. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, നോക്കണ്ടിടത്തോട്ട് നോക്കാൻ പറഞ്ഞു. കല്ലറയിലോട്ട് നോക്കിയ ഒന്നും കാണത്തില്ല. നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ കരയുകയും കല്ലറയിലോട്ട് നോക്കും, കരയുകയും കല്ലറയിലോട്ട് നോക്കും. ഇങ്ങനായിരുന്നു. നിങ്ങൾ പത്മോസ് ദ്വീപിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നു. പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ടു, തിരിഞ്ഞപ്പോൾ യേശുവിനെ കണ്ടെന്ന്. അപ്പോൾ ഇപ്പം എങ്ങോട്ട് നോക്കിയായിരിക്കുന്നു? നമ്മുടെ എല്ലാം പ്രശ്നം ഇതാണ്. വിടുതൽ തൊട്ടടുത്ത് നിൽക്കുകയാണ്, നമ്മളെവിടെയോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പത്രത്തെ നോക്കി കരയുകയാണ്. അങ്ങോട്ട് നോക്കി ആ കൈ കൊടുത്ത് പറയാൻ, നോട്ടം ശരിയാക്കണം, നോക്കണ്ടിടത്തോട്ട് നോക്കണം.
നിന്നെ കരയിപ്പിക്കുന്ന ഒത്തിരി പേര് മുമ്പിൽ നിൽപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ നിന്നെ കരയിപ്പിക്കാൻ നിൽപ്പുണ്ട്. പക്ഷെ അവിടുന്ന് നീ നോട്ടം ഒന്ന് മാറ്റിയാൽ, നോക്കേണ്ട ആളെ നോക്കിയാൽ നിന്റെ കണ്ണുനീരൊക്കെ മാറും. കണ്ണുനീർ ആനന്ദ നൃത്തമായി മാറും. മറിയ കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്കൽ വന്നു, തുള്ളിച്ചാടിക്കൊണ്ട് കല്ലറയ്ക്കെന്ന് പോയി ലോകത്തോട് ഉയർപ്പിൻ്റെ സന്ദേശം പറഞ്ഞെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, നിന്നെയും എന്നെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണെന്നറിയാം? ഒരൊറ്റ ഡിക്ലറേഷൻ ലോകത്തോട് പറയാനാ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തുള്ളിച്ചാടി പറയേണ്ട സന്ദേശം അതാണ്. കരഞ്ഞുകൊണ്ട് പറയേണ്ട സന്ദേശമല്ല, ജയത്തോടെ പറയേണ്ട സന്ദേശമാണ്. യേശു ഉയർത്തു ജീവിക്കുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞ്, യേശു ഉയർത്തു ജീവിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂസ് അതാണ്, യേശു ഉയർത്തു ജീവിക്കുന്നു. താട്ട് വായിക്കാം. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. അപ്പൊ യേശു ഇപ്പൊ എവിടാ നിൽക്കുന്നേ? പുറകെ നിപ്പുണ്ട്. നമ്മൾ വേറെ എല്ലാം കോൺസെൻട്രേറ്റ്. ഇതാണ് പിശാച് ചെയ്യുന്ന പണി. നമ്മളെ കർത്താവിൻ്റെ ആ സാന്നിധ്യം നമ്മൾ അറിയാതിരിക്കാൻ നമ്മുടെ കണ്ണുകൾ അവിടെ ഇവിടെ എല്ലാം അതെന്തായിത്തീരും, ഇതെന്തായിത്തീരും. ചുരുക്കി പറഞ്ഞ കല്ലറയിലോട്ടാണ് നോട്ടം, മരണത്തിലേക്കാണ് നോട്ടം, നിരാശയിലേക്കാണ് നോട്ടം, പ്രൈസ് ദി ലോർഡ്, കണ്ണുനീരിലേക്കാണ് നോട്ടം. അടുത്ത വാക്യം. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? അപ്പൊ കർത്താവിനും ആദ്യമേ ചോദിക്കാനുള്ളത് ഏതാണ്? സ്വർഗം വിട്ട ദൂതന്മാർക്കും പറയാനുള്ള കരയണ്ടെന്നാണ്, യേശുവിനും പറയാനുള്ളത് എന്താണ്? കരയണ്ട. യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് ഏറ്റവും ഒടുവിൽ ചെയ്ത കാര്യം കരയുകയായിരുന്നു കേട്ടോ. അവൻ ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് നിന്റെയും 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 കണ്ണുനീരങ്ങ് ഏറ്റെടുത്തു. എല്ലാ കണ്ണുനീരും ഏറ്റെടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ പറയാം, നിങ്ങൾ ഇനി കരയേണ്ട ആവശ്യമില്ല. നീ ആ കരയുന്ന കരച്ചിൽ കർത്താവ് ഏറ്റെടുത്തു. ഒന്ന് കയ്യെ പിടിച്ച് പറഞ്ഞ, രണ്ടുപേരൂടെ കരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. യേശു എൻ്റെ നിങ്ങളുടെ ശാപം ഏറ്റെടുത്തു. കയ്യെ പിടിച്ച് പറഞ്ഞ, രണ്ടുപേരും കൂടെ ശാപം ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന്. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, യേശു നിങ്ങളുടെയും എൻ്റെയും പാപം ഏറ്റെടുത്തു. അടുത്തിരിക്കുന്ന ആൾ പറയാം, നമ്മൾ രണ്ടും കൂടെ, ദൈവം യേശു നീയും കൂടെ പാപം ചുമക്കേണ്ട കാര്യമില്ല. ഒരാൾ ചുമന്നാൽ മതി, അത് കർത്താവ് ചുമന്നു. അതിനെക്കുറിച്ച് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു ദുഷ്ടനും നിന്നെ തൊടത്തില്ല, ഒരു ശാപവും നിന്നെ തൊടത്തില്ല. ആ പാപത്തിൻ്റെ പേര് പറഞ്ഞ് പിശാച് നിന്നെ ആക്രമിക്കാനൊട്ട് വരുത്തുമില്ല. നിനക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. താട്ട് വായിക്കാം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അടുത്ത വാക്യം. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. നിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ ഉയർപ്പിൻ്റെ മിഷണറി ആയിട്ട് അയക്കുക. അടുത്തിരിക്കുന്ന ആൾ പറ, അവൻ അരമണിക്കൂർ മുമ്പ് വരെ കരച്ചിലല്ലായിരുന്നോ എന്ന് ചോദിച്ച്. മറിയോടൊന്ന് ചോദിച്ചേ, ഇത്രയും നേരം കരയായിരുന്നല്ലോ. എന്നാൽ അടുത്ത നിമിഷം മുന്നിൽ നിന്നെ ഒരു പ്രൊക്ലൈമറായിട്ട് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഒരു വിളംബരക്കാരത്തിയായിട്ട് ഞാൻ മാറ്റാൻ പോകുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി സംസാരിക്കുന്നു. നീ എന്തൊക്കെയോ പറഞ്ഞ് പുലമ്പിക്കൊണ്ട് കല്ലറയുടെ മുമ്പിൽ നിന്നവളല്ലേ, എന്നാൽ നിന്നെ ഞാൻ ലോകത്തിലൊക്കെ അയക്കാൻ പോകുകയാണ്. നിന്നെ ഞാൻ ഒരു വിളംബരത്തിൻ്റെ ആളാക്കി മാറ്റാൻ പോകുകയാണ്. ഇന്ന് പകൽ ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വ്യാപാരം വിശ്വസിക്കുന്ന ഓരോ മക്കളുടെ മേലും വരുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. ഇന്ന് പകൽ അഭിഷേകത്തിൽ, ഉയർപ്പിൻ്റെ ആത്മാവിൽ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലൊന്ന് സ്തുതിച്ച് എല്ലാ വിഷയവും കാലിൻ്റെ കീഴിലാവും. നിന്നെ ആ കല്ലറയ്ക്കകത്ത് ഒതുക്കാനാ ദുഷ്ടൻ നോക്കുന്നത്. കുഞ്ഞേ, നീ ഇനി കല്ലറയിൽ ഒതുങ്ങത്തില്ല. കാരണം കല്ലറ പണ്ടേ പരാജയപ്പെടുത്തു. കല്ലറ എന്ന കൺസെപ്റ്റ് തന്നെ പരാജയപ്പെട്ടു പോയി. ദൈവമക്കൾക്ക് ഇനി കല്ലറയില്ല. ദൈവമക്കൾക്ക് ഇനി മരണമില്ല. മരണം, കല്ലറ എന്നിത്യാദി കൺസെപ്റ്റുകൾ ദൈവമക്കളോട് എന്നേക്കുമായി തോറ്റുപോയി. നിന്റെ ഒരു കാര്യത്തിലും മരണമുണ്ടാകില്ല. നിന്റെ ഒരു കാര്യത്തിലും തകർച്ച ഉണ്ടാകില്ല. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നമ്മുടെ കർത്താവ് മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെയും നിങ്ങളുടെയും വിടുതലും കൊണ്ടാണ് എഴുന്നേറ്റ് വന്നു. എൻ്റെയും നിങ്ങളുടെയും ജയവും കൊണ്ടാണ് എഴുന്നേറ്റ് വന്നു. അവനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ചതിനായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൻ്റെ വചനം പറയണ, സ്നാനത്തിൽ നിങ്ങളും അവനോട് കൂടെ ഉയർത്തു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നീ ഉയർത്തതാണ് കല്ലറയിൽ നിന്ന്. അടുത്തിരിക്കുന്ന നീ ഉയർത്തതാണ് കല്ലറയിൽ നിന്ന്. നീ ഇനി അതിനെ നോക്കി കരയരുത്. കരച്ചിലെല്ലാം അവസാനിക്കട്ടെ. പഴയ നിയമത്തിൽ ഒത്തിരി കരച്ചിൽ നമുക്ക് കാണാം. ഹാഗാർ കരഞ്ഞു,
യെരമ്യാവ് കരഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴെല്ലാം കരയാനല്ല പറയുന്നത്, പിന്നെ സന്തോഷിക്കാനാവുന്നു. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നിങ്ങളോട് പറയുന്ന ഞാനും ചിലപ്പം പതറിയിട്ടുണ്ട്, കരച്ചിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം പറയാം, നമ്മൾ കരയും തോറും ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഭാരത്തിൽ അയ്യോ പത്തോ എന്നുള്ളൊരു കരച്ചിൽ, അത് വരും തോറും പിശാച് നമ്മുടെ മേൽ അവൻ്റെ കൈ വെക്കും. എന്നാൽ അതിനെ പൊട്ടിച്ച് ആരാധിച്ച് സത്യം തിരിച്ചറിഞ്ഞ് സ്തുതിക്കുമ്പോൾ സാത്താൻ്റെ കെട്ടുകൾ പൊട്ടുമെന്ന് മാത്രമല്ല, വഴിയും വാതിലും തുറക്കും. ആരോ കരയുന്നവരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു കരയണ്ട, കർത്താവ് പറയുന്നു കരയണ്ട. നിന്റെ കരച്ചിൽ കർത്താവ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കളെ. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് മൈ ടുമോറോസ്. നമുക്ക് ഈ ലോകത്തിലെല്ലാം ഉള്ളതുകൊണ്ടല്ല, ഈ ലോകത്തിലെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ടല്ല, യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ആ ഉയർപ്പിൻ്റെ ദിവസത്തെ 3 കാര്യങ്ങളും വേറൊരു കർത്തൃ ദിവസത്തിലെ ഒരു കാര്യവുമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഞായറാഴ്ചത്തെ 4 കാര്യങ്ങൾ. ഞായറാഴ്ച സംഭവിച്ച 4 കാര്യങ്ങൾ. ഏത് ഞായറാഴ്ച സംഭവിച്ചതാണ്? ഇന്നേക്ക് 2000 വർഷം മുമ്പ് ആ ഉയർപ്പിൻ്റെ ഞായറാഴ്ച സംഭവിച്ച 4 കാര്യങ്ങൾ. ആ മറിയ അന്ന് ഞായറാഴ്ച രാവിലെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. ഏതറിയാതെ തൻ്റെ നാഥൻ ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. അടുത്തിരിക്കുന്ന വെറുതെ കരഞ്ഞ് കണ്ണുനീര് കളയാതെ. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ? നിന്റെ ജയവുമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. രണ്ടാമതൊരു സംഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ. അത് ഏകദേശം സന്ധ്യയ്ക്ക് നടന്ന സംഭവമാണ്. ഉയർപ്പിൻ്റെ രാവിലെ നടന്ന സംഭവം. രാവിലെ യേശു എന്താ പറഞ്ഞ? ഉയർപ്പിൻ്റെ അന്ന് കരയണ്ട. ഉറക്കെ പറയൂ. കർത്താവിന് ഞായറാഴ്ച, ഇന്ന് ഞായറാഴ്ച രാവിലെയും പറയാനുള്ളത് എന്താണ്? കരയണ്ട, കാര്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ കരയണ്ട, നീ കരയുന്ന കാര്യത്തിൻ്റെ എല്ലാം ഞാൻ ഓക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കളെ. അതേ ഞായറാഴ്ച നമ്മൾ വായിക്കുന്ന 2 പേർ പതുക്കെ എന്ത് ചെയ്യാണ്? കൂട്ടത്തിൽ നിന്ന് പോകാനുള്ള പണിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഉയർപ്പിൻ്റെ ദിവസമാണ്. ലൂക്കോസ് 24-ന്റെ 1 വായിക്കാം. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. അതാ മറിയ കല്ലറയ്ക്കൽ പോയ സംഭവം ലൂക്കോസും എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാനാണ് അത് സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവും മറിയുമായിട്ടുള്ള സംഭാഷണമൊക്കെ നന്നായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആരാണ്? യോഹന്നാനാണ്. ഗുരു എന്നൊക്കെ വിളിക്കുന്നതും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ലെന്ന് പറയുന്നതും കരയണ്ട എന്ന് പറയുന്നതും ഒക്കെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ. അതേ സംഭവം ലൂക്കോസ് വേറെ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴോട്ട് വന്നിട്ട് അതിൻ്റെ 13-ാം വാക്യം വായിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള 7 നാഴിക എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ 7 മൈൽ എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ. 11 കിലോമീറ്റർ ഏകദേശം ഇവിടുന്ന് എൻ്റെ നാട്ടിൽ വരെ, വാകത്താനം വരെ ഒരൊറ്റ നടപ്പ്. പ്രൈസ് ലോർഡ്. കോട്ടയത്ത് നിന്ന്. എന്തിനാണെന്നറിയാമോ? എല്ലാം തീർന്നെന്നാണ് അവർ വിചാരിച്ച്. അന്ന് തന്നെ ഇവര് യേശു ഉയർത്തെന്നുള്ള വാർത്ത കേട്ടതാണ്. ഇവർ 2 പേരും രാവിലെ സ്ത്രീകൾ വന്ന് പറഞ്ഞത് കേട്ടതാണ്. എന്തുവാ? യേശു ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട ഒരാളെ ഇപ്പോൾ അവരുടെ ഇടയുള്ളൂ. അത് മറിയ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അവളുടെ മുഖത്തോട്ട് നോക്കി എന്തോ ഒരു തുള്ളിച്ചാട്ടം. രാവിലെ കരഞ്ഞുകൊണ്ടിരുന്നവൾ ഇപ്പോൾ എന്ത് ചെയ്യാണ്? തുള്ളിച്ചാടുകയാണ്. ഇന്ന് കരഞ്ഞിവിടെ വന്നവരെ തുള്ളിച്ചാടുന്നവരായിട്ട് പോവുകയാണ്. സ്തോത്രം. ആമേൻ. രാവിലെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തോ എന്നറിയാം, അപ്പോസ്തലന്മാർ അതൊക്കെ പോയി ബലപ്പെടുത്തുകയാണ്. തന്നെ ആര് ബലപ്പെടുത്തുകൊണ്ടിരുന്നവൾ ഇപ്പോൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുകയാണ്. സ്തോത്രം. അവൾ ഉയർപ്പിൻ്റെ സുവിശേഷം പറയുകയാണ്. ദൈവത്തിൻ്റെ പൈതലെ, നീ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ അടുത്ത നിമിഷം നിന്നെ ലോകത്തിന് പ്രത്യാശ കൊടുക്കുന്ന വ്യക്തിയാക്കി കർത്താവ് മാറ്റാൻ പോകുകയാണ്. അതാണ് ഉയർപ്പിൻ്റെ കർത്താവ്. അതാണ് ഞായറാഴ്ച ദൈവമക്കൾ കൂടാനുള്ള കാര്യം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറുമാണ് പിന്നീട് ദൈവമക്കൾ കൂടിയത്. നമുക്ക് പ്രത്യേക ദിവസം ആരാധിക്കണമെന്നൊന്നുമില്ല, എപ്പോഴും ആത്മാവിൽ നിറയാം. പക്ഷെ ഞായറാഴ്ച ദൈവമക്കൾ തിരഞ്ഞെടുത്തത് ഇതൊരു സെലിബ്രേഷനാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ ക്രിസ്തീയ ജീവിതം ഒരു സെലിബ്രേഷനാണ്. അതൊരു കരച്ചിലിൻ്റെ സമയമല്ല. മനസ്സിലാകുന്നുണ്ടോ? ചിലരുടെ ക്രിസ്തീയ ജീവിതം തന്നെ മൊത്തത്തിലൊരു എന്തോ പറയുന്ന ഒരു ശോകരാഗമായിട്ട് കിടക്കുകയാണ്. സ്തോത്രം. ശോകരാഗമൊക്കെ അങ്ങ് വിട്ടേര്. ഇത് നല്ല തുള്ളിച്ചാടി സന്തോഷിച്ചു പോകുന്ന സമയമാണ്. കർത്താവിനെ സ്തുതിച്ച്
ആരാധിച്ച് തുള്ളിച്ചാടണം. കാരണം നമ്മളിവിടെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കരുത്, നമ്മളുടെ ഈ ലോകത്തിലെയും നിത്യത വരെയുള്ള വിഷയങ്ങൾ മുഴുവൻ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് എൻ്റെ അടിയിൽ, എൻ്റെ അകത്താ മോനെ. അടുത്തിരിക്കുന്ന ആളോ താക്കോല് വേറെ ആരുടെ ഇടയിലാണെന്നല്ലേ വിചാരം. സ്തോത്രം. നിന്റെ മുഴുവൻ വിടുതലിൻ്റെയും താക്കോലുമായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? നീ ഒന്ന് തുള്ളിച്ചാടണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രതിസന്ധികൾക്കകത്തും തുള്ളിച്ചാടണം, പ്രയാസങ്ങൾക്കകത്തും ആഘോഷിക്കണം, പാടി കർത്താവിനെ സ്തുതിക്കണം. അതാണ് ജയിലിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സന്തോഷിപ്പീൻ. എന്താണ് പറയുന്നത്? സന്തോഷം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സന്തോഷം വരാൻ കാത്തിരിക്കരുത്, സന്തോഷം എടുത്തോണം. കാരണം അവന് ഉയർത്തെഴുന്നേറ്റിരിക്കും. ഹല്ലേലൂയ. സന്തോഷിക്കുക എന്നുള്ളത് എൻ്റെ നിങ്ങളുടെ തീരുമാനമാണ്. ചില തീരുമാനം എടുത്താലേ ചില പിശാച് പോകത്തുള്ളൂ. ഞാൻ ദുഃഖിക്കത്തില്ലെന്ന് തീരുമാനിക്കണം. ചില ആൾക്കാർക്ക് എപ്പോഴും ഒരു ദുഃഖഛായ, അത് മാറാനുള്ള പണി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ദുഃഖിക്കത്തില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞു. തീരുമാനം എടുത്ത് നോക്കിയാൽ സാത്താൻ വിട്ടുപോകും. അതുപോലെ തന്നെ ചില തീരുമാനം എടുക്കണം. ഭയം, ഭീഷണികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സാമ്പത്തിക വിഷയമുണ്ട്, ബാങ്കിൻ്റെ നോട്ടീസുണ്ട്, ഒക്കെ നിൽക്കുകയാണ്. പേടിക്കാനാണ് ഒത്തിരി വിഷയമുണ്ട്. പക്ഷേ ഇന്നും തീരുമാനിച്ച് എന്തായാലും പേടിക്കുകയില്ല. ഒന്ന് തീരുമാനിച്ച് നോക്കിയാൽ ഈ സാത്താൻ ഇറങ്ങി വിടും. ഒന്ന് തീരുമാനിച്ച് എന്തായാലും ഞാൻ പേടിക്കത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കളോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ മുമ്പിൽ ഇപ്പം നിന്നെ പേടിപ്പിക്കും, നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വിഷയമുണ്ടോ? നീ അതിനോട് തിരിച്ചു പറയാം, എന്തോ വന്നാലും ഞാൻ പേടിക്കത്തില്ല. വിളിച്ചു പറയൂ. ഒന്ന് തീരുമാനിച്ചേ. അന്നേരം തന്നെ സാത്താൻ വാലും ചുരുട്ടി ഓടുന്നില്ലേ? ആ തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു വിടുതലില്ലേ? ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇനി പ്രിയപ്പെട്ടവരെ, നാം കരയേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ണുനീരുകളെ അവൻ തുടച്ചു. ഇന്ന് നാം കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനം പോലെ നമ്മുടെ കരച്ചിലെല്ലാം മാറ്റാം, നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീരുകളെ അവൻ്റെ ആണിപ്പഴുതുള്ള കരം കൊണ്ട് തുടച്ചിരിക്കുക. ഇനി നമുക്ക് സന്തോഷിക്കാൻ അവൻ തൻ്റെ സന്തോഷം നമുക്ക് തന്നിരിക്കുക. പ്രിയപ്പെട്ടവർ, ഇന്ന് ആ സാഹചര്യങ്ങളെ നോക്കി കരഞ്ഞത് മതി. നമ്മുടെ കർത്താവ് ജീവനോടുണ്ട്. മരണത്തെ വരെ ജയിച്ചെങ്കിൽ ആ ആളായി നിൻ്റെ നിങ്ങളുടെ അകത്തിരിക്കുന്നത് എന്തിനേലും നമ്മളെ പിടിക്കാൻ പറ്റുമോ? ഒന്നിനും നമ്മളെ പിടിച്ചു വെക്കുന്നത് സാധ്യമല്ല. ഇന്ന് എന്നെ കാണുന്ന രോഗികളോട് പറയട്ടെ, മരണപാശങ്ങളെ പൊട്ടിച്ചവൻ ഇന്ന് നിങ്ങളുടെ രോഗത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കാൻ പോവുക. ആ സാമ്പത്തികമായി ഞെരുക്കങ്ങളെ പൊട്ടിക്കാൻ പോവുക. റോമൻ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച കർത്താവ് ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ വിഷയം ഓഫീസിലായിരിക്കാം, കോടതികളിലായിരിക്കും. ഇന്ന് അനേക മുദ്രകളെ കർത്താവ് പൊട്ടിക്കാൻ പോവുക. ശാപത്തിൻ്റെ മുദ്രകളെ കർത്താവ് തകർക്കാൻ പോവുക. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെളിപാട് പുസ്തകത്തിൽ ആ മൂപ്പൻ പറഞ്ഞതുപോലെ ഒരുവന് യോഗ്യത ലഭിച്ചിരിക്കുന്നു, ഏത് മുദ്രയും പൊട്ടിക്കുവാൻ, ഏതൊരു വ്യക്തിയെയും വിടുവിക്കുവാൻ. അതേ കർത്താവേ, ഞങ്ങൾ എബ്രായരിൽ വായിക്കുന്നത് പോലെ ഏത് തകർന്ന വ്യക്തിയെയും രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു നല്ല രക്ഷകൻ, വിടുവിക്കാൻ കഴിവുള്ള നല്ലൊരു രക്ഷകൻ, സൗഖ്യമാക്കാൻ കഴിവുള്ള നല്ലൊരു സൗഖ്യദായകൻ. കർത്താവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, അങ്ങ് മരണത്തെ വരെ അതിജീവിച്ചനാകിയാൽ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് അടിയനെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും അവരെന്ത് വിഷയത്തിന് മേലാണെങ്കിലും ഇപ്പോൾ തന്നെ ആ കെട്ടുകൾ പൊട്ടട്ടെ, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയട്ടെ, ശാപത്തിൻ്റെ കെട്ടുകൾ, ദാരിദ്ര്യത്തിൻ്റെ കെട്ടുകൾ, ആ സാമ്പത്തികമായി ഞെരുക്കുന്ന നുഖങ്ങൾ അഭിഷേകത്താൽ നുഖം തകരുമെന്ന വചനമാകിയാൽ ഇപ്പോൾ തന്നെ കർത്താവെ, അത്ഭുതകരമായ കെട്ടുകൾ പൊട്ടുന്നതിനായി സ്തോത്രം, രോഗബന്ധനങ്ങൾ അഴിയുന്നതിനായി സ്തോത്രം, കുടുംബ ബന്ധങ്ങളിൽ ഛിദ്രിപ്പിക്കുന്ന ദുഷ്ടപിശാച് കരമെടുത്ത് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുത വിടുതലുകൾ കർത്താവെ ഞങ്ങൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കാൻ സ്തോത്രം. ഇപ്പോൾ തന്നെ അവരെ അങ്ങ് വ്യക്തിപരമായി സ്പർശിച്ച കൃപയ്ക്കായി സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുത രോഗസൗഖ്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്, കെട്ടുകളെ പൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു രോഗിയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം, നിങ്ങളുടെ സൗഖ്യം വിളിച്ചറിയിക്കണം. വീണ്ടും കാണും വരെ കർത്താവ് തന്നെ കൃപയിൽ നമ്മളെ കാക്കുമാറാകട്ടെ.